ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി റിച്ച് പ്ലം കേക്കിൻ്റെ ആണ് കേട്ടോ. നോൺ ആൽക്കഹോളിക്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ഓവനൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ക്രിസ്മസ് കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. കുറച്ച് ചെറിയും ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർക്കാം. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ്. ഇത് പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്താലും മതി. ഇതും ചേർക്കാം. ഇതിലേക്ക് ഒരു ഓറഞ്ച് പിഴിഞ്ഞെടുത്ത ജ്യൂസാണിത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ജ്യൂസാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പതഞ്ഞ് വരും. പത വന്നതിന് ശേഷം 4 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാരമൽ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം പട്ട, 2 കഷ്ണം ഗ്രാമ്പൂ, ജാതിക്ക ഒരു കഷ്ണം, ഒരു ഏലക്കായ, ഇത്രയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ, 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ നമുക്കൊരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 3 വട്ടം അരിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിക്കുന്നത്. ഇതൊരു 3-4 വട്ടം അരിച്ചെടുക്കാം. ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് ചൂടാക്കാൻ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ. പിന്നെ വേറൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 2-3 തുള്ളി പ്ലം എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പ്ലം എസൻസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചലിച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതിയാവും. ഇതിലേക്ക് കാരമൽ സിറപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം.
കുറച്ച് പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നമ്മൾ മാവ് ഒരുപാട് തിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ പാത്രം എടുക്കാം, ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ബട്ടർ എല്ലാവിടെയും പുരട്ടി കൊടുക്കാം. എല്ലാവിടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, ചെറി എല്ലാം വെച്ച് അലങ്കരിച്ചെടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയ മാവ് വെച്ച് കൊടുക്കാം. അപ്പോൾ 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 50 മിനിറ്റോളം ആവാറായി, 45 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു കത്തി കൊണ്ട് കുത്തി നോക്കാം. അപ്പോൾ ഇതിൽ ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായി. അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക്, തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ കേക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.